നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം പടരുന്നു. രോഗം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ്. നാളെ അടിയന്തര യോഗം. കടുത്ത ചൂടിന് ശമനമേകി വിവിധയിടങ്ങളിൽ വേനൽ മഴ. ഇന്ന് 3 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ആശ്വാസത്തോടെ കർഷകർ. പാലക്കാടൻ പാടങ്ങളിൽ കൃഷിയൊരുക്കം. മുളന്തണ്ടുകൾ കൊണ്ട് കൊല്ലിക്കുട്ടകൾ നിർമ്മിച്ച് മുഹമ്മദ് സ്വദേശി. നിർമ്മാണം പ്രാചീന രീതിയിൽ വാരികൾ ഉപയോഗിച്ച്. തൃശൂർ 3 പീടികയിൽ യുവാവിനെ നടുറോഡിൽ ആക്രമിച്ച 4 പേർ അറസ്റ്റിൽ. മർദ്ദനമേറ്റത് പെരിഞ്ഞനം സ്വദേശിക്ക്. മാന്നാറിന്റെ കൂട്ടായ്മയിൽ നാടിന് സ്വപ്ന സാക്ഷാത്കാരം. മേൽപ്പാടൻ ചുണ്ടൻ നീരണിഞ്ഞു. വിശദമായ വാർത്തയിലേക്ക്. മലപ്പുറത്ത് ആശങ്കയായി മഞ്ഞപ്പിത്തം പടരുന്നു. രോഗം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. ഇതോടെ ഈ വർഷം ഇതുവരെ മഞ്ഞപ്പിത്തം ബാധിച്ച ജില്ലയിൽ മരിച്ചത് 7 പേരാണ്. സ്ഥിതി ചർച്ച ചെയ്യാൻ നാളെ അടിയന്തര യോഗം ചേരും. ഇന്നലെ രാത്രിയാണ് പോത്തുകൽ സ്വദേശി സക്കീർ മരിച്ചത്. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതിനെ തുടർന്ന് സ്വകാര്യ ചികിത്സയിലായിരുന്നു സക്കീർ. കഴിഞ്ഞ വെള്ളിയാഴ്ച ചാലിയാർ സ്വദേശി റനീഷ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു. ജില്ലയിൽ ഈ മാസം മഞ്ഞപ്പിത്തം ബാധിച്ചുണ്ടായ 2ാമത്തെ മരണമാണ് സക്കീറിന്റേത്. കഴിഞ്ഞ ദിവസം പന്നിക്കോട്ടുമുണ്ട തണ്ടുപാറക്കൽ ചന്ദ്രന്റെ മകൻ ജിഗിനും അസുഖം ബാധിച്ച് മരിച്ചിരുന്നു. 14 വയസ്സായിരുന്നു. ഈ വർഷം ഇതുവരെ 7 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ജില്ലയിൽ മരിച്ചത്. മലപ്പുറം ജില്ലയിൽ ജനുവരി മുതൽ 3180-ലേറെ പേർക്ക് രോഗലക്ഷണമുണ്ടായിരുന്നു. 1032 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. കുടുംബത്തിൽ 7 അംഗങ്ങളിൽ 6 പേർക്കും ഈ അസുഖം ബാധിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ പ്രദേശത്ത് ഉള്ള ഒരുവിധം വീടുകളിലെല്ലാം ഈ അസുഖം വന്നിട്ടുണ്ട്. ഇവർക്ക് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ഗുരുതരമായി വന്നിട്ടുള്ളത്. ഇന്നും അവർ ആ അസുഖത്തിന്റെ നിന്ന് വേർപെട്ടിട്ടില്ല. മഞ്ഞപ്പിത്തബാധ കണ്ടെത്തിയതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് ചിറ്റാരിക്കാലിൽ ഭാര്യയ്ക്കും മകനും നേരെ ആസിഡ് ആക്രമണം നടത്തിയയാൾ അറസ്റ്റിൽ. PV സുരേന്ദ്രനാഥാണ് അറസ്റ്റിലായത്. ഗുരുതരമായി പൊള്ളലേറ്റ ചിറ്റാരിക്കാൽ കമ്പല്ലൂരിലെ PV സിന്ധുനാഥിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യ ഓടി രക്ഷപ്പെട്ടതിനാൽ സാരമായി പരിക്കേറ്റില്ല. എറണാകുളം പുതുവൈപ്പിൽ കടലിലിറങ്ങിയ യുവാവ് മരിച്ചു. കല്ലൂരിലെ താമസക്കാരനായ അഭിഷേകാണ് മരിച്ചത്. രാവിലെ ബീച്ചിലെത്തിയ 7-അംഗ സംഘത്തിൽ 3 പേരാണ് മുങ്ങിപ്പോയത്. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഭിഷേകിനെ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന ആൽബിനും മിലനും ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂരിൽ ജയിൽ പുള്ളിയുടെ സുഹൃത്തുക്കൾ പോലീസുകാരെ ആക്രമിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതിയെ കാണാനെത്തിയ സുഹൃത്തുക്കളാണ് പോലീസുകാരെ ആക്രമിച്ചത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിതീഷിന് പരിക്കേറ്റു. 3 പേർ ചേർന്നാണ് പോലീസിനെ ആക്രമിച്ചത്. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി 2 പേരെ കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിരവധി മോഷണം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. നിരവധി സ്ത്രീകളുടെ മാല മോഷ്ടിച്ച ഹാരിസ് എന്ന റിയാസാണ് പിടിയിലായത്. കൊട്ടപ്പുറം വെച്ച് സ്പെഷ്യൽ സ്ക്വാഡാണ് പിടികൂടിയത്. സ്കൂട്ടറിൽ കറങ്ങിയായിരുന്നു സ്ഥിരമായി ഇയാൾ മാലമോഷണം നടത്തിയിരുന്നത്. തൃശൂർ 3 പീടികയിൽ യുവാവിനെ നടുറോഡിൽ ആക്രമിച്ച 4 പേർ അറസ്റ്റിൽ. ആദിത്യൻ, അതുൽ കൃഷ്ണ എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത മറ്റ് 2 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രിയാണ് പെരിഞ്ഞനം സ്വദേശി അശ്വിന് മർദ്ദനമേറ്റത്. അശ്വിന്റെ ഹെൽമറ്റ് സംഘത്തിലുള്ള ഒരാൾ വാങ്ങിയത് തിരികെ കിട്ടാതായതോടെ മൊബൈൽ ഹെഡ്സെറ്റ് എടുത്തുകൊണ്ട് പോയിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. കടുത്ത ചൂടിന് ശമനമേകി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴ. പത്തനംതിട്ട, ഇടുക്കി, വയനാട് എന്നിവിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. മറ്റന്നാൾ പത്തനംതിട്ടയിലും 15-ന് പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ വേനൽമഴ ലഭിച്ചതോടെ പാലക്കാടൻ പാടങ്ങളിൽ കൃഷിയൊരുക്കം തുടങ്ങി. പാടങ്ങളിൽ ആദ്യഘട്ട ഉഴുതുമറിക്കലാണ് തുടങ്ങിയത്.
കടുത്ത വേനലിൽ വെന്തുരുകിയ മണ്ണിലേക്കാണ് വേനൽ മഴ പെയ്തിറങ്ങിയത്. കർഷകർക്ക് ആശ്വാസം പകർന്ന് വേനൽ മഴ എത്തിയതോടെയാണ് കൃഷിയൊരുക്കം. ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന പ്രവൃത്തിയുടെ ആദ്യഘട്ടത്തിലേക്ക് കർഷകർ കടന്നു. ഒന്നോ രണ്ടോ മഴ കൂടി ലഭിച്ചാൽ മണ്ണൊരുക്കാനാവും. ഒരു മഴ കൂടി കിട്ടിയാൽ മാത്രമേ മഴ സുഭിക്ഷമായി കിട്ടിയാൽ നമുക്ക് ഇനി അടുത്ത പഞ്ചിറക്കാൻ ഒക്കത്തുള്ളൂ. ഇതിപ്പോൾ എല്ലാം പൂട്ടിയിട്ട് കഴിഞ്ഞു. ഇനി ഈ നമ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതൊക്കെ മുളച്ച് ഒന്ന് പൂട്ടിയിട്ട് ഒരു മഴ കൂടി കിട്ടിയാലേ എനിക്ക് കൃഷി ആരംഭിക്കാൻ കഴിയുള്ളൂ. ഈ മഴ നല്ലൊരു ആശ്വാസം തന്നെയാണ്. ഇനി ഈ മാസം ലാസ്റ്റോളം മെയ് ലാസ്റ്റ് തുടങ്ങണം. ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ മെയ് 19 ഞങ്ങൾ നാറുവായി 20-25 പറിച്ചു നട്ടു. നമ്മളൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഈ പാടങ്ങളൊക്കെ വെള്ളോടി വരുന്ന പാടങ്ങളാണ്. അതുകൊണ്ട് കാലവർഷം പകുതിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ നാറാവണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ പഞ്ചം കിട്ടത്തുള്ളൂ. പാടത്തേക്ക് ആവശ്യത്തിന് വെള്ളമെത്തിയാൽ നിലമൊരുക്കി വിത്തെറിയാനാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. 2 ഇടമഴയാണ് പാലക്കാട് ഇതുവരെ ലഭിച്ചത്. ഇടവിട്ട് മഴ ലഭിച്ചാൽ നെൽപ്പാടം ജലസമൃദ്ധമാവും. മഴ പെയ്ത് നീരണിഞ്ഞിരിക്കുന്നു പാലക്കാടൻ പാടങ്ങൾ. ഇനിയും ലഭിക്കണം 1-2 ഇടമഴ. അതിനുശേഷം ഞാറ്റടിയുടെ കാലമാണ്. എന്തായാലും കാലവർഷം കൃത്യസമയത്ത് തന്നെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകർക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകും. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി പീരുമേട്ടിലെ തൊഴിലാളി ലയങ്ങളുടെ ശോചനീയാവസ്ഥയ്ക്ക് മഴയ്ക്ക് മുൻപും പരിഹാരമുണ്ടാകില്ല. പതിറ്റാണ്ടുകളായി പേരിന് പോലും അറ്റകുറ്റപ്പണികൾ നടത്താത്ത നിരവധി ലയങ്ങളാണ് മേഖലയിലുള്ളത്. ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങളിലെ ലയങ്ങളിൽ കഴിയുന്നവരാണ് ഏറെയും ദുരിതം അനുഭവിക്കുന്നത്. ഓരോ മഴക്കാലത്തിനു മുമ്പ് ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേരും. നവീകരണം അടിയന്തരമായി നടപ്പിലാക്കുമെന്ന് ഓരോ വർഷവും പ്രഖ്യാപിക്കുകയും ചെയ്യും. പക്ഷേ പേരിന് പോലും നടപടികൾ ഉണ്ടാകാറില്ല. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും ഏതു നിമിഷവും തകരാവുന്ന ഭിത്തിയും നോക്കി ഭീതിയോടെയാണ് തൊഴിലാളികൾ ഓരോ മഴക്കാലവും തള്ളി നീക്കുന്നത്. കഥവ് പോയി കിടക്ക്, ഓട് போய் கிடக்கு, குசினி பின்னால் கட்டுறோம், எல்லாமே போய் தான் கிடக்கு. மெயின்டெனன்ஸ் செய்யறேன்னு சொல்கிறாங்க, வந்து செய்ய மாட்டுறாங்க. அவங்க இதுக்கெல்லாம் இந்த செஞ்சு தரேன்னு சொல்கிறாங்க. சிமெண்ட் இல்லை, மணல் இல்லை, கட்டளை இல்லை, கதை இல்லை. மழை பெரும்போது இதுக்காகும். என்ன செய்யணும், പാത്രമൊക്കെ പറഞ്ഞതിൽ പാത്രമൊക്കെ പിറക്കി വയ്ക്കുക. അങ്ങനെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. എല്ലാം ഇതേക്കാട്ടിലും മോശമാണ് ലൈൻസൊക്കെ ഉണ്ട്. അത്രയും ബുദ്ധിമുട്ടില്ല. ഇടുക്കിയിൽ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന 10,000-കണക്കിന് കുടുംബങ്ങളിൽ പലർക്കും ഒരു തുണ്ട് ഭൂമി പോലുമില്ല. ലയങ്ങളിലെ ഏത് നിമിഷവും തകരാവുന്ന ഇടുങ്ങിയ മുറികളിലാണ് വയോധികരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെ കഴിയുന്നത്. ലയങ്ങളുടെ നവീകരണത്തിനും പുനർനിർമ്മാണത്തിനുമായി പ്രത്യേക പാക്കേജുകൾ ഒരുക്കുകയാണ് ഏക പരിഹാരം. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം മൂവാറ്റുപുഴയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10 പേർക്ക് പരിക്ക്. 4 പേരുടെ പരിക്ക് ഗുരുതരമാണ്. കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം മറ്റ് വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കാസർഗോഡ് 2 കോടി രൂപയുടെ സ്വർണം പിടികൂടി. കാറിൽ കടത്തുകയായിരുന്ന 2 കോടി 4 ലക്ഷം രൂപയുടെ 2838.35 ഗ്രാം സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. കാസർഗോഡ് വച്ച് മംഗളൂരു സ്വദേശി ദേവരാജ സേട്ടിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. തൃപ്പൂണിത്തുറയിൽ പിതാവിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ നടപടിക്ക് പോലീസ്. മകൻ അജിത് കുമാറിനെ പോലീസ് ഉടൻ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. അജിത്തിനെതിരെ കേസെടുത്തെങ്കിലും കുടുംബവുമായി വേളാങ്കണ്ണിക്ക് പോയതിനാൽ ചോദ്യം ചെയ്യാനോ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ സാധിച്ചിട്ടില്ല. സംഭവം വിവാദമായിട്ടും പിതാവിനെ ഏറ്റെടുക്കാൻ മറ്റ് 2 പെൺമക്കളും വിസമ്മതിച്ചതോടെ ഇദ്ദേഹത്തെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
മുളന്തണ്ടുകൾ കൊണ്ട് സവിശേഷ രീതിയിൽ കുട്ടകൾ നിർമ്മിക്കുന്ന കരകൗശല വിദഗ്ധനെ പരിചയപ്പെടാം ഇനി. ആലപ്പുഴ മുഹമ്മദ് സ്വദേശിയായ ദാമു ആണ് പ്രാചീന രീതിയിൽ വാരികൾ ഉപയോഗിച്ച് കൊല്ലിക്കുട്ടകൾ നിർമ്മിക്കുന്നത്. ആധുനിക കാലത്താണെങ്കിലും പ്രകൃതിദത്ത രീതിയിലുള്ള നിർമ്മാണത്തിന് ആവശ്യക്കാർ ഏറെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ്. ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പഴമയെ വിടാതെ പിന്തുടരുന്ന ചില ആളുകളും ഒപ്പം തന്നെ ചില വസ്തുക്കളും ഒക്കെ ഉണ്ട്. അത്തരത്തിലൊരു നിർമ്മാണമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കഞ്ഞിക്കുഴി സ്വദേശിയായ ദാമുചേട്ടനാണ്. ഈ കൊട്ട, ഇത്തരത്തിലുള്ള കൊട്ടയൊന്നും ഇപ്പോൾ കാണാനില്ല അല്ലേ? മുമ്പത്തെ പോലെ കാണാനില്ലെങ്കിലും തുച്ഛമാണ്, വിലത്തൊക്കെ ഉണ്ടാവും. അത്രയും മുമ്പത്തെ പോലുള്ള ഉപയോഗം ഇല്ല. അത് കാരണം ഉൽപാദനവും കുറവ്. ഇപ്പം ഇവിടെ ഈ ഏരിയയിൽ ഞാൻ മാത്രമേ ഈ പണി ചെയ്യുന്നുള്ളൂ. പണ്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു നിർമ്മാണമൊക്കെ? ഒരുപാട് ആളുകൾ ഈ ജോലി ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാടില്ല, ഒരു 5-10 ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഒക്കെ മരിച്ചും പോയി. ഇപ്പം ഇതിൻ്റെ പണി ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കൊട്ടയുണ്ടല്ലോ, ഇതിന് വാരിക്കൊട്ടയെന്നാണ് പറയുന്നത്. പണ്ട് ഇതിനകത്താണ് മൺകലം ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചോറ് കോരി എടുക്കുന്ന കൊട്ടയല്ല ഇത്, മറിച്ച് നല്ല കട്ടിയുള്ള ബലമുള്ള വാരികൾ ഉപയോഗിച്ച് അല്ലേ നിർമ്മാണം. ഇതിന്റെ നിർമ്മാണത്തിനായിട്ട് എന്തുമാത്രം വാരികൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്? ഈ അസംസ്കൃത വസ്തുക്കളൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ടോ? അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നുണ്ട്, വില കൂടുതലുള്ള സാധനം കിട്ടുന്നുണ്ട്. ഇതിന് പ്രധാനം എന്ന് പറയുന്നത് മുളയും കയറുമാണ് പ്രധാനമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ. എത്ര ലോഡ് വരെ ഇതിനകത്ത് കൊള്ളും? അതിപ്പം ഒരു 10-50 കിലോ ഉള്ള സാധനം വരെയൊക്കെ നമ്മൾ എടുക്കുവാനും. ഇപ്പം അങ്ങനെ ആരും എടുക്കത്തില്ല. പണ്ട് ഇത് എനിക്ക് തോന്നുന്നു ചട്ടിങ്കലൊക്കെ വിൽക്കാൻ വരുന്ന ആളുകളുടെ കയ്യിൽ ഈ കൊട്ടയുണ്ടായിരുന്നു. വലിയ വലിയ കൊട്ടയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കൃഷിയിടങ്ങളിലൊക്കെ തേങ്ങയൊക്കെ കളക്ട് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കുമായിരുന്നു അല്ലേ? ഇപ്പൊ എന്തിനൊക്കെയാ ഇത് ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഇതിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ആളുകൾ. അങ്ങനെയൊക്കെ എടുക്കുന്ന ആളുകളെ കാഴ്ചകൾ പോലും ഇല്ല ഇപ്പൊ. അങ്ങനെ എടുക്കുന്ന കാഴ്ചകളില്ല. വല്ലവരും എങ്ങാനും എടുക്കുമെന്നല്ല. മുമ്പത്തെ പോലുള്ള പരിപാടിയൊന്നും ഇതുകൊണ്ട് ഇപ്പോഴില്ല. എത്ര സമയം എടുക്കും ഈ ഒരു കൊട്ട? ഇതിപ്പോ ഒരു ദിവസം കൊണ്ടായിട്ട് 2 എണ്ണം നമ്മൾ അതുപോലെ പരിശ്രമിക്കണേ ചെയ്യാം. ഇപ്പോഴേ ഇപ്പൊ ഓർഡർ ഉണ്ടോ ഇതിന്? ഇപ്പൊ 3-4 ഇവിടെ ഇപ്പൊ മുമ്പത്തെ പോലെ അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ രീതി ഇവരുടെ പണി വളരെ മോശമാണ്. ഇപ്പൊ ചെറിയ രീതിയിലുള്ള പണിയൊക്കെ നടക്കുന്നുണ്ട്. ആളുകൾക്ക് സത്യം പറഞ്ഞാൽ കൗതുകമാണല്ലോ ഇപ്പൊ ഇങ്ങനത്തെ നിർമ്മാണമൊക്കെ. ഇപ്പം റെക്സിൻ പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചും അല്ലാതെ കുറച്ചുകൂടെ കട്ടിയുള്ള സംവിധാനം ഉപയോഗിച്ചൊക്കെയാണല്ലോ ഇപ്പൊ പണിസ്ഥലത്തൊക്കെ കൊട്ടകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ചിലർക്ക് ഇപ്പൊ അതിശയമായിട്ടൊക്കെ തോന്നുന്നവരുണ്ട് കാണാതിരുന്ന് കാണാൻ. എങ്ങനെ തുടങ്ങുന്നത്? എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? ചൂട് ഇത് 16 എണ്ണം നിരത്തും. നിരത്തി വെച്ചിട്ട് ഈ സാധനം വെച്ചിട്ട് കയർ ചൂട് പിടിപ്പിക്കും. പിടിപ്പിച്ചതിന് ശേഷം ഇതിന്റെ വക്കിന് കയറ് ചുറ്റിയാണോ വളച്ചെടുക്കുന്നത്. അത് ഇച്ചിരി മുമ്പ് ഒരു പാർട്ടിക്കിനെ കാണിച്ചതാണ്. ഇത് വളയ്ക്കാൻ ഇത് നല്ല കട്ടിയുണ്ടല്ലോ. എങ്ങനെ ഇത് വളച്ചെടുക്കുന്നത്? അതുപോലെ കയറെ ചുറ്റി വളക്കാം. എന്നെ ആ പീസ് ഒന്ന് എന്നെ കാണിച്ചു തരണേ, എങ്ങനെയാ വളയ്ക്കുന്നുള്ളത്. ചുറ്റി കാണിച്ചു തരാം. 16 വാരി 4 കളമായിട്ട് നിരത്തി പിടിച്ചിട്ട് വളയം വെച്ച് പിടിപ്പിക്കും. ഒന്ന് കാണിച്ചു തന്നെ ഒന്ന് എങ്ങനെയാന്നുള്ളത്. അതിപ്പോ കാണിക്കാനൊക്കെ അങ്ങനെ ദിവസങ്ങളോളം പിടിക്കും. പിന്നെ ഇതിങ്ങനെ നിവർത്തി ഇത് അങ്ങനെ ലോക്ക് ചെയ്തെടുത്താണല്ലേ ഇത്? ഇതിലെ അടിച്ചത് ചുറ്റും ഇത് വളക്കുന്നത് കാണിച്ചു തരാം. ഒന്ന് എന്നെ വളച്ചൊന്ന് എങ്ങനെയാ വളയ്ക്കുന്നത് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്ത് കയറി ഇരുന്നിട്ടാണ് അകത്ത് കയറി ഇരുന്നിട്ടാണ് കയറ് ചുറ്റി പൂച്ചുന്നത്. അപ്പൊ അതിങ്ങനെ ചുറ്റി ഇത് ഫുള്ള് തുടസത്തിന്റെ അവിടെ വന്ന് വലിച്ചും കെട്ടി നിർത്തും. തിരിച്ച് നമ്മൾ തുടങ്ങിയെടുത്ത് വന്ന് നിൽക്കും അല്ലേ? തുടങ്ങിയെടുത്ത് വന്ന് നിർത്തും. അതിനുശേഷം 2 വളയം നീളത്തിലുള്ള വളയം വെച്ച് 2 വളയം കെട്ടും. വളയം ചൂറിലാണോ? മുള തന്നെ. മുള തന്നെയാണല്ലേ? അത് പിന്നെ 2 വളയം കെട്ടിയതിന് ശേഷം വീണ്ടും ഇത് പൂച്ച. അന്നേരം ഇതുപോലെ ചെറുതായിട്ട് ഒരു കൊട്ടക്ക് ശരാശരി 4 പ്രാവശ്യം പൂച്ചയാൽ ഇത്രയും വട്ടം കിട്ടത്തുള്ളതാണ്. ഇങ്ങനെ ചുറ്റുന്നതിനാണ് കൂച്ചുന്നെന്ന് പറയുന്നത്. ചുറ്റുന്നതിനാണ് കൂച്ചുന്നെന്ന് പറയുന്നത്. പിന്നെ ഇതിങ്ങനെ കമഴ്ന്ന് ഇങ്ങനെ ഇതായി വരുന്നത്, അതായത് കൊട്ടയുടെ രൂപത്തിലേക്ക് വരുന്നത് ഇപ്പൊ കുറച്ച് പരന്നിരിക്കുമല്ലേ? ഇങ്ങനെ വെച്ച ശേഷം പിന്നെ വളരെ നീളമുള്ള വാരി ഇങ്ങനെ ചുറ്റും.
ഇതുപോലെ കോർത്ത് വരി ഇതുപോലെ കെട്ടും. കെട്ടി 2 കെട്ടിയതിന് ശേഷം വീണ്ടും ഈ ചുറ്റ് വലിച്ചൊതുക്കും. അപ്പൊ ഒന്നുകൂടി ഒതുങ്ങി കിട്ടും. പിന്നീട് 2 വളയം വെച്ചിട്ട് ഒന്നുകൂടി കൂച്ചും. അങ്ങനെ 4 പ്രാവശ്യം കൂച്ചുമ്പോഴാണ് ആ ഒരു ഷേപ്പിലേക്ക് ആ രൂപത്തിൽ വരുന്നത്. ചേട്ടാ, അപ്പൊ ഒരു കൊട്ടയ്ക്ക് എത്ര രൂപ കിട്ടും? ഇവിടെ കിട്ടുന്നത് 450 രൂപയാണ് ചില്ലറ വെക്കുമ്പോൾ. കടയിൽ കൊടുക്കുമ്പോൾ അതിനേക്കാളൊക്കെ കുറച്ച് അവരുടെ കമ്മീഷൻ കഴിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എത്ര ദിവസത്തെ അധ്വാനം വേണം ഒരു കൊട്ടയ്ക്ക്? ഒരു ദിവസം അധ്വാനം അതൊരു 5 മണിക്കൂർ, ശരാശരി ഒരു 5 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലേ ഒരെണ്ണം തീർത്ത് അതിന്റെ തുടക്കം മുതൽ തീർത്ത്. ഈ മുളയുടെ തണ്ടൊക്കെ കിട്ടുന്നത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്താണ് കിട്ടുന്നത്? അല്ലല്ല, നീളത്തിൽ അപ്പുറം കിടപ്പുണ്ട്. വലിയ മുളയാണ്, വലിയ മുള നമ്മള് കീറിയെടുക്കുവാണ്, മുറിച്ച് പൊട്ടിച്ച് കീറിയെടുക്കുകയാണ്. വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യോ, ഉണക്കാനോ എന്തെങ്കിലും ചെയ്യുമോ? നമ്മൾ കട്ട് ചെയ്ത് പാകത്തിന് എടുക്കുന്നു. കട്ട് ചെയ്ത് പാകത്തിനടുത്ത് കനക്കൂടുള്ളതാണ് ഇതുപോലെ പൊളിച്ചു കളഞ്ഞതാണ് ഈ കിടക്കണ വേസ്റ്റ്. എന്നിട്ട് ഒരു മുളയൊക്കെ എടുത്ത് അതിനകത്ത് എന്തുമാത്രം കിട്ടും ഇത് ഉണ്ടാക്കാനുള്ള തണ്ട്? വലിപ്പം അനുസരിച്ചിരിക്കും. ചിലത് 2 കൊട്ടക്കുള്ള കിട്ടും, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കിട്ടും. അങ്ങനെ അപ്പൊ 2 കൊട്ടയ്ക്ക് എന്തുമാത്രം മുള വേണം? 2 കൊട്ടക്ക് ഒരു മുഴുത്ത വലിയ മുളയാണെങ്കിൽ 1 മുള ഉണ്ടെങ്കിൽ 1 മുള കൊണ്ട് തികയത്തില്ല. എങ്കിലും ഇപ്പൊ വേറെ ആരും ഇതൊന്നും ചെയ്യാനില്ല അല്ലേ? ഏരിയയിൽ ആരും ഇല്ല. രാമചേട്ടനാണ് നിങ്ങള് തലമുറകളായിട്ട് ചെയ്യുന്നത്. പഴയ തലമുറയിൽപ്പെട്ടവർ ഇതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ എന്തെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ പുതുതലമുറയ്ക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മകളാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അറിവ് നേടുക എന്നതിലുപരി തിരിച്ചറിവ് നേടലാണെന്ന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബകേശൻ. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സൈനിക സ്കൂളിൽ ഇന്നലെ ആരംഭിച്ച ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രതിനിധി സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രതിനിധി സഭയിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നുമായി 400ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ലൈബ്രറി സംഗമം നടത്തി. ഹരിപ്പാട് ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ലൈബ്രറി സംഗമം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം G. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് G. സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. മാന്നാറിന്റെ കൂട്ടായ്മയിൽ നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരമായ മേൽപ്പാടൻ ചുണ്ടൻ നീരണിഞ്ഞു. വീണ്ടും ഒരു ജലോത്സവകാലം വന്നെത്തുമ്പോൾ വേമ്പനാടിന്റെ ഓളപ്പരപ്പിൽ ഇത്തവണ കന്നിയംഗത്തിന് മേൽപ്പാടനും ഉണ്ടാകും. 460ഓളം അംഗങ്ങൾ ചേർന്ന സമിതിയാണ് കരയുടെ അഭിമാനമായ ചുണ്ടന്റെ നിർമ്മാണത്തിന് പിന്നിൽ. കുട്ടനാടിന്റെ കരകൾ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ കരകളുടെ അഭിമാനമായി ഓരോ നാടിനും സ്വന്തമായൊരു ചുണ്ടനുണ്ടാവണം. ഓളപ്പരപ്പിനെ കീറി മുറിച്ച് നാടിന്റെ കരുത്തായി കുതിച്ചു പാഞ്ഞവൻ നെഹ്റുവിന്റെ വെള്ളിക്കപ്പിൽ മുത്തമിടണം. ചുറ്റുമുള്ളവരെല്ലാം സ്വന്തം വള്ളങ്ങളുടെ പെരുമ പേറിയപ്പോൾ സ്വന്തമായി ഒന്നില്ലാതെ വേദനിച്ച മേപ്പാടൻകാരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നലെ നീറ്റിലിറങ്ങിയത്. കർഷക തൊഴിലാളികളുടെ മണ്ണിൽ ചുണ്ടൻ വെള്ളത്തിന്റെ നിർമ്മാണത്തിനായി പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടിയപ്പോൾ പ്രവാസികളായ സുഹൃത്തുക്കളെ കൂടി കൂട്ടുപിടിച്ചാണ് നിർമ്മാണം പൂർത്തീകരിക്കാനായത്. ഇത്തവണ നെഹ്റു ട്രോഫിക്കായി മേപ്പാടൻ ചുണ്ടനിൽ കൊല്ലം ജീസസ് ബോട്ട് ക്ലബ്ബ് തുഴയെറിയും. ഈ വർഷത്തെ 24-ലെ നെഹ്റു ട്രോഫി ബോട്ട് റേസിൽ കൊല്ലം ജീസസ് ബോട്ട് ക്ലബ്ബാണ് മേൽപ്പാടൻ ചുണ്ടനെ നയിക്കുന്നത്. അതിന്റെ പ്രഥമ ക്യാപ്റ്റൻ സോളി വർഗീസ് കന്നക്കോളിലാണ്. അദ്ദേഹം ഞങ്ങളുടെ ഒരു പ്രവാസി പ്രതിനിധിയാണ്. അദ്ദേഹമാണ് ഈ വള്ളം ഇതിനുവേണ്ടി വലിയ കൈത്താങ്ങലെന്ന് ഞങ്ങളെ സഹായിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിൽ പേരുകേട്ട സാബു നാരായണ ആചാരിയാണ് 9 മാസം കൊണ്ട് മേൽപ്പാടൻ ചുണ്ടൻ നിർമ്മിച്ചത്. 800 ക്യൂബിക് അടി ആഞ്ഞിലിത്തടിയും 3 കിൻഡൽ ഇരുമ്പ്, 40 കിലോ പിത്തള, 25 കിലോ ചെഞ്ചല്യം എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം. 128 അടി നീളവും 64 ഇഞ്ച് വീതിയും
22 ഇഞ്ച് താഴ്ചയുമുള്ള വള്ളത്തിൽ 85 തുഴച്ചിൽക്കാർ, 5 അമരക്കാർ, 7 താളക്കാർ എന്നിവർ ഉണ്ടായിരിക്കും. ന്യൂസ് 18 ആലപ്പുഴ. തൃശൂരിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. മുറ്റുചൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെയാണ് സംഭവം. പഞ്ചവാദ്യം നടക്കുന്നതിനിടെ ദേവസ്വത്തിന്റെ ആനയെ സമീപത്ത് നിന്ന മറ്റൊരാന കുത്തുകയായിരുന്നു. പിന്നീട് ആനയെ പാപ്പാന്മാർ ചേർന്ന് തളച്ചു. ഉഷശ്രീ ശങ്കരൻ, കൊടുങ്ങല്ലൂർ ദേവിദാസൻ എന്നീ ആനകൾ തമ്മിലാണ് കൊമ്പുകോർത്തത്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 100 മേനി വിജയം നേടി പാലക്കാട് കൊടുമുണ്ട സ്വദേശിനി ശ്രദ്ധ. 1200-ൽ 1200 മാർക്കും നേടിയാണ് ശ്രദ്ധ അഭിമാന നേട്ടം കൈവരിച്ചത്. പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയതിന്റെ സന്തോഷത്തിലാണ് പാലക്കാട് കൊടുമുണ്ട സ്വദേശിനി TP ശ്രദ്ധ. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടിയാണ് ശ്രദ്ധയുടെ അഭിമാന നേട്ടം. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠനം. ബയോളജി സയൻസാണ് +2-ന് ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്തിരുന്നത്. ചിട്ടയായ പഠനരീതിയും അധ്യാപകരുടെയും കുടുംബത്തിന്റെയും പിന്തുണയുമാണ് വിജയത്തിന് പിന്നിലെന്ന് ശ്രദ്ധ പറയുന്നു. ഞാൻ +1, +2 ട്യൂഷൻ പട്ടാമ്പി സിനാപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പഠിച്ചിരുന്നത്. അതിനാൽ അവിടെയുള്ള അധ്യാപകരും ടീച്ചേഴ്സും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു ഒരുപാട്. അതുകൂടാതെ തന്നെ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സും ആവട്ടെ, പ്രിൻസിപ്പൾ ആവട്ടെ, എല്ലാവരും ഭയങ്കരധികം എൻകറേജ് ചെയ്തിരുന്നു. അപ്പോൾ +1-ലാണെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും എന്നിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഒരിക്കലും നഷ്ടമാക്കരുത് എന്നുള്ളൊരു ആഗ്രഹത്താലാണ് ഞാൻ ഈ +2-ഉം ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി പ്രയത്നിച്ചത്. അവസാനം എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ടൈം ഷെഡ്യൂളൊന്നും വെച്ച് പഠിച്ചിരുന്നില്ല. എനിക്ക് സയൻസ് സബ്ജക്റ്റൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ്. അത് കാരണം എനിക്ക് ഇഷ്ടമുള്ള സമയത്താണ് ഓരോരോ സബ്ജക്റ്റ് ഞാൻ പഠിക്കാറുള്ളത്. അടുത്ത ലക്ഷ്യം ഇനി എൻട്രൻസ് എഴുതിയൊരു നല്ല കോളേജിലെത്തണം. പാലക്കാട് ജില്ലയിൽ 6 പേരാണ് 1200-ൽ 1200 മാർക്കും നേടിയത്. ഇതിൽ പട്ടാമ്പി ഉപജില്ലയിൽ ശ്രദ്ധ മാത്രമാണ് ഫുൾ മാർക്ക് നേടിയത്. കൊടുമുണ്ട സ്വദേശികളായ പ്രീതിയുടെയും പ്രശാന്തിന്റെയും മകളാണ്. എഞ്ചിനീയർ ആവണമെന്നാണ് ശ്രദ്ധയുടെ ആഗ്രഹം. എൻട്രൻസിനുള്ള പരിശീലനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊച്ചുമിടുക്കി. ന്യൂസ് 18 പട്ടാമ്പി. അന്ധരായ ലോട്ടറി വിൽപ്പനക്കാരെ പറ്റിച്ച് കടന്നു കളയുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം കള്ളന്മാരെ എങ്ങനെ പിടിക്കണമെന്ന് കാണിച്ചു തരികയാണ് കോട്ടയം കളത്തിപ്പടിയിൽ കച്ചവടം നടത്തുന്ന റോസമ്മ. കാഴ്ചയില്ലാത്ത തന്നെ പറ്റിച്ചുപോയ കള്ളനെ പെൻ ക്യാമറ വെച്ചാണ് റോസമ്മ കുടുക്കിയത്. കാഴ്ചയില്ലാത്ത മനുഷ്യരെ പറ്റിക്കുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കാഴ്ചയില്ലാത്ത ലോട്ടറി കച്ചവടക്കാരെ പറ്റിച്ചുകൊണ്ട് ലോട്ടറി ടിക്കറ്റുമായി മുങ്ങുന്ന ബിരുദന്മാരെയും നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത്തരം ആളുകളെ പക്ഷെ പലപ്പോഴും പിടിക്കപ്പെടുക കുറവാണ്. പക്ഷേ ഇവിടെ കോട്ടയത്ത് കളത്തിപ്പടിയിൽ ഒരു കാഴ്ചയില്ലാത്ത അമ്മ ലോട്ടറി വിൽപ്പന നടത്തുന്നു. അവരെ പറ്റിച്ചുകൊണ്ട് പതിവായി ലോട്ടറി എടുത്ത് മുങ്ങുന്ന, പണം കൊടുക്കാതെ മുങ്ങുന്ന ഒരു കള്ളനെ പിടികൂടിയ കഥയാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. എന്നോടൊപ്പം ഇവിടെയുണ്ട് അമ്മ. കുറെ കാലമായി ലോട്ടറി കച്ചവടം തന്നെയാണ് അല്ലേ? ഈ വീടും പേരും ഒക്കെ? വീട് എവിടെയാ? എന്റെ വീട് ഇവിടെ അടുത്ത് കളത്തിപ്പടി പള്ളിക്കുന്ന്. പേര് റോസമ്മ എന്നാണല്ലേ? എങ്ങനാ ഈ ലോട്ടറി നഷ്ടപ്പെടുന്നു എങ്ങനെയാ തിരിച്ചറിഞ്ഞേ? ഞാൻ നിങ്ങളെ കണ്ടില്ല, അതുപോലെ ഞാൻ എണ്ണു ഇടയ്ക്കിടയ്ക്ക് എണ്ണി ഞാൻ കറക്റ്റ് ചെയ്യും. അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ കുറവുണ്ട് നമുക്കറിയും. ഇനി കൂടുതൽ ടിക്കറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ എണ്ണി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അങ്ങനെയാണ്. എത്ര കാലമായി മനസ്സിലാക്കി ഇങ്ങനെ പൈസ ഇതിങ്ങ് പോകുന്നുണ്ടെന്ന്? സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് തൊട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഈ മോഷണം. പക്ഷെ പിടിക്കാൻ തോന്നിയത് ഇപ്പോഴാണേ ഉള്ളൂ. അന്നേരം പിടിച്ചു. 1-2 ഒരാളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അതിന് വേണ്ട ആക്ഷനൊക്കെ എടുത്തു. പിന്നെ ഒരാളെ ഞാൻ തന്നെ പിടിച്ച് ഇച്ചിരി കയ്യേറ്റമൊക്കെ ചെയ്ത് ഉപദ്രവിച്ചു. പക്ഷെ എന്നാലും അയാൾ ഇപ്പോഴും ആ പണി ചെയ്യുന്നുണ്ട്. ഇതിപ്പോ എങ്ങനെ പിന്നെ ഈ പെൻ ക്യാമറ വെച്ച് പിടിക്കാം, അതാരാന്ന് അറിയാവുന്നുള്ള ഒരു ഐഡിയ എങ്ങനെയാ തോന്നിയത്? അതിപ്പോ ഈ പെൻ ക്യാമറ എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം. കാണിച്ചെങ്കിലല്ലേ അതിന്റെ ഐഡിയ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ഈ പെൻ ക്യാമറ ഇങ്ങനെ ഡ്രസ്സിൽ കുത്തി വെക്കും അല്ലേ? ഇതിങ്ങനെ ഓണാക്കും. വെറുതെ ഇതിങ്ങനെ ഓണാക്കിയിട്ട്
ഇതിങ്ങനെ ഓൺ ആക്കിയിട്ട് ക്യാമറ ഇങ്ങനെ താത്ത് വെക്കും. എന്നിട്ട് ഇങ്ങനെ ഉടുപ്പലോട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തി വെക്കും. അപ്പം ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ ഇങ്ങനെ കുത്തി വെച്ച് കഴിയുമ്പോൾ 50 മീറ്റർ ചുറ്റളവിൽ എന്ത് സംഭവം നടന്ന് ആരും അറിയാൻ പറ്റും. അങ്ങനെയാണ് പിടിച്ചത്. അങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും. ഇപ്പം ഞാൻ തന്നെയല്ല, എൻ്റെ ചുറ്റുവട്ടത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടന്നാൽ ഈ പെൻ ക്യാമറയ്ക്കകത്ത് റെക്കോർഡിംഗ് ആവും, കാണാനും പറ്റും. വീഡിയോ റെക്കോർഡിംഗ്. ഇതിപ്പോ ആരാ ഇത് വാങ്ങി തന്നെയൊക്കെ ചെയ്തത്? ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെ വന്നു? ഐഡിയ എങ്ങനെ, ഞാനിങ്ങനെ സിനിമ കാണുന്ന കൂട്ടത്തില്ല. അപ്പോൾ സീരിയലിനകത്തൊക്കെ ഇങ്ങനെ കാണിക്കുന്നു, പിന്നെ അതുപോലെ സിനിമയിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു തന്നു. അങ്ങനെ പെൻ ക്യാമറ ഉപയോഗിച്ചാൽ നമുക്ക് പിന്നെ ടിക്കറ്റ് കാക്കുന്നവരെ പിടിക്കാൻ പറ്റുമെന്ന് എൻ്റെ ഫ്രണ്ട്, മലപ്പുറത്തുള്ള ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത്. അദ്ദേഹം പ്രായമുള്ള ഒരാളാണ്, പക്ഷേ എൻ്റെ ഒരു മോളെ പോലെ കരുതുന്ന ഒരു മനുഷ്യനാണ്. ഞാനിന്നും ഇങ്ങനെ ടിക്കറ്റ് പോകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കരിക്കാൻ പറയൊക്കെ ചെയ്യുമ്പോൾ വിളിച്ച് പറയുമ്പോൾ പുള്ളി പറയും, മോളെ ഇങ്ങനെ പെൻ ക്യാമറ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചുകൊണ്ട് നീ അത് മേടിച്ച് വെക്കുക, ഇപ്പം നമുക്ക് ആരാണെങ്കിലും പിടിക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് ഇങ്ങനെ പോയപ്പോ പിന്നെ നമ്മള് എണ്ണി നോക്കിയപ്പോ ഇങ്ങനെ മൊബൈൽ ഇത് കണക്ട് ചെയ്ത് നോക്കിയല്ലേ ആ വീഡിയോയിൽ ആരാ ഉള്ളതെന്ന്? അതെ. അല്ല, ഞാൻ ടിക്കറ്റ് കാണാതെ പോയപ്പം ഞാൻ പിന്നെ പെൻ ക്യാമറ വെച്ച് അവരെ പിന്നെ 2 പ്രാവശ്യം അവർ പെൻ ക്യാമറ വെച്ച് കഴിഞ്ഞ് 2 പ്രാവശ്യം കൂടി അവർക്ക് എടുക്കാനുള്ള സമയം ഞാൻ കൊടുത്തു. എന്തായാലും റോസമ്മ ചേച്ചിയുടെ ആ വിദ്യ അത് കൂടുതൽ ആളുകൾ, ലോട്ടറി വിൽക്കുന്ന അന്ധരായ ആളുകൾക്ക് അത് ഒരു മാതൃക തന്നെയാണ്. ഒരുപാട് പേര് അവരെ ഇങ്ങനെ പറ്റിച്ച് കടന്നു കളയാറുണ്ട്. ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.